സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ റോയി കബ്രിമാകൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 7 വർഷക്കാലമായിട്ട് മുണ്ടകൈ സർവീസ് എന്ന ബാങ്കിന്റെ പ്രസിഡന്റാണ്. ബാങ്കിനെ നല്ല രീതിയിൽ നയിക്കുന്നു. അതോടൊപ്പം തന്നെ DCC മെമ്പറുമാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും കടന്നു വന്ന നമുക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന നമുക്ക് ആവശ്യമായ ഉപദേശങ്ങൾ തരുന്ന ശ്രീ റോയി കബ്രിമാകൻ സാറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഭാഗവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മണ്ഡല പ്രസിഡന്റ് ശ്രീ ജിജോ കാരിക്കാട്. ജിജോ കാരിക്കാടിനെ എല്ലാവർക്കും തന്നെ അറിയാം. നാടിൻ്റെ നാനാമുഖമായ പ്രവർത്തനങ്ങളിൽ ഇന്നിപ്പോൾ നമ്മൾ നടത്തിയ എന്താ പറയുക, നമ്മളിപ്പോൾ പൈസ ചെലുത്തിയല്ലോ, ആ കൂട്ടായ്മയിൽ തന്നെ കൺവീനറാണ് അദ്ദേഹം. അതുപോലെ തന്നെ പഞ്ചായത്തിലാണെങ്കിലും വിവിധങ്ങളായ എല്ലാ കാര്യങ്ങളും ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. ജിജോ കാരിക്കാടിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഭാഗവുമായി സ്വാഗതം ചെയ്യുകയാണ്. മെമ്പർ അനൂഷ് ഷിജുവാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് ഒന്നിച്ച് നാടിൻ്റെ എല്ലാ വികസന കാര്യങ്ങളിലും അധിക താല്പര്യത്തോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീമതി അനൂഷ് ഷിജുവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇനി അബ്ദു ആലത്തപ്പാട്. എനിക്ക് തോന്നുന്ന പഞ്ചായത്തിലെ തന്നെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അതുപോലെ തന്നെ ബ്ലോക്ക് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നു. അബ്ദു ആലത്തപ്പാടിൽ നമ്മളെ എല്ലാ കാര്യങ്ങളും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അബ്ദുവിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അൻസാരി മഠത്തിൽ കായിക വൈസ് പ്രസിഡന്റാണ്. മണ്ഡലം പ്രസിഡന്റായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന അൻസാരിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ജോസ് ഇളമൻ സാറ് നമ്മുടെ ബ്ലോക്ക് മെമ്പറും എൻ്റെ അധ്യാപകനും അതോടൊപ്പം തന്നെ ഈ നാടിന് വേണ്ടി എല്ലാ കാര്യങ്ങളിലും ആരോഗ്യസ്ഥിതി പോലും മറന്ന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഐഷ ഉസ്മാൻ എത്തിച്ചേർന്നിട്ടില്ല, എങ്കിലും സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമ്മുടെ PR ശശിധരൻ സാറിനെ കേട്ടാൽ ഇപ്പോഴും ഒരു യൂത്തായിട്ട് തന്നെയാണ് തോന്നുന്നത്. സാറിന് രാവിലെ 9 മണി 8:45 ഞങ്ങളുടെ കൂടെ ഈ തുക സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പമായിരുന്നു. ഞങ്ങളെല്ലാവരും 1 മണിക്ക് ശേഷമാണ് അവിടെ നിന്ന് പിരിഞ്ഞത്. എങ്കിൽ പോലും സാർ നമുക്കൊരു നല്ല സന്ദേശം നൽകുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഏറെ സന്തോഷത്തോടുകൂടിയാണ് സാർ എത്തിയിരിക്കുന്നത്. സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ നാസർ നേരത്തെ DO ആയിരുന്നു. ഇപ്പോഴും നല്ല പൊതുപ്രവർത്തകനാണ്. നമ്മുടെ മണ്ഡലം ട്രഷററാണ്. സാറിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. യൂത്തിൻ്റെ പ്രസിഡന്റാണ് ശ്രീ നെവിൻ K. തോമസ്. നെവിനെയും യൂത്തിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. നെവിനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നൗഷാദാണ് ഒലിക്കപ്പാറ. നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നല്ല ശ്രദ്ധയുണ്ട്. ഏതാവശ്യം നമ്മൾ വിളിച്ചാൽ ഇവിടേക്ക് കടന്നു വരും. നൗഷാദനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഷിയാദ് ജലീല. ഷിയാദ് യൂത്തിൻ്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു. നമ്മുടെ ഓളിനോളായിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പം നിൽക്കുന്ന ആളാണ്. ഷിയാദ് ഈ സ്റ്റേജിലേക്ക് കടന്നു വരണം. ഷിയാദിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ശിവദാസ് സാറ് നമ്മുടെ ഇളക്കാടിലാണ് താമസിക്കുന്നതെങ്കിലും നമ്മുടെ വയനാട് വാർഡിലെ ഏത് കാര്യം പറഞ്ഞാലും സാറോട് എത്തിച്ചേർന്ന് നമുക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്നയാളാണ്. സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ പഞ്ചായത്തിലെ 10-15 കാലയളവിൽ പഞ്ചായത്തിന് പ്രസിഡന്റായിരുന്നു. ആ കാലയളവിൽ തന്നെ അദ്ദേഹം മണ്ഡലം പ്രസിഡന്റായിരുന്നു. വായലിൻ്റെ ബോർഡ് മെമ്പറായിരുന്നു. സാറ് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. സാറിന് ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. KTRലെ എല്ലാ കാര്യങ്ങളിലും നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന നമ്മുടെ രാജ്യമെമ്പർ, നമുക്കെല്ലാവർക്കും അറിയാം. എത്ര KTRലുണ്ട്. രാജ്യമെമ്പർ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. രാജ്യമെമ്പറിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറുമായിരുന്ന ഇന്നത്തെ കീഴൊക്കെ കഴിഞ്ഞ് ക്ഷീണിതയായി ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഐഷ ഉസ്മാനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ നമ്മുടെ ഷാജിയണൻ എത്തിയിട്ടുണ്ട് കുട്ടികളിൽ നിന്ന്. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ പൊതുപ്രവർത്തന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഒന്നും പറയാതെ പോയാൽ അത് മോശമാണ്. ഞങ്ങളുടെ വയലിപ്പറമ്പിലെ കൊച്ചേട്ടന്, ജോർജ് ചീരക്കുന്നേൽ, സുധാരൻ ചേട്ടന്, രവി കോളാശ്ശേരി, ജോർജ് കുട്ടി, മൈക്കിൾ പാമ്പൂരി, അതുപോലെ തന്നെ അപ്പച്ചി ചേട്ടന് കണ്ടില്ല. ഞങ്ങളുടെ പാപ്പച്ചിയുടെ രാവിലെ മുതൽ ഞങ്ങളുടെ കൂടെയായിരുന്നു. ഞങ്ങളുടെ ആൻറ്റോച്ചന് ഒരുപ്പാക്കൽ, അതുപോലെ തന്നെ മധുചേട്ടന്, സതീശന്, ഇങ്ങനെ ഞങ്ങളോടൊപ്പം നിന്ന് നമ്മുടെ കാരിക്കലെ ജോയിച്ചേട്ടന്, വർക്കിച്ച നടുവത്തോട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഇരുമ്പുഴി ജോസിയേട്ടന്, അബ്ദുള്ളാട്ടന്,
അയ്യോ വടക്കോട് ജോസിയായിട്ട് ഞാൻ എന്ത് സാദിഖ് മുഹമ്മദ് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതാണ്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് നീങ്ങിയാൽ ഇന്ന് ഇവിടെ സൗമ്യ അടക്കം, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇരിക്കുന്നില്ല സോണിയായ ലക്ഷ്മണ ചേച്ചി, ഇങ്ങനെ പിന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഇരിക്കുന്നതിൽ ഒരു 80% പ്രകാശിനി ചേച്ചി അടക്കമുള്ള എല്ലാ ആളുകളും ഇന്ന് വളരെയധികം കഷ്ടപ്പെട്ടതാണ്. എങ്കിലും അത് ഞങ്ങളുടെ പിന്നെ ഒരു കാര്യം ഇവിടെ നമ്മുടെ ഈ സുമനസ്സുകളായിട്ടുള്ള ആളുകളൊക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ ശശിധരൻ സാറിൻ്റെ ചേച്ചി പ്രസന്ന ചേച്ചി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എങ്കിൽ പോലും ഇവിടേക്ക് കടന്നു വന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തതിനോടൊപ്പം ഈ അവാർഡ് നേടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഈ മക്കളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. നഷ്ടപ്പെട്ട ഉരുൾപൊട്ടലുകളുടെയും പേമാരിയുടെയും ഉൾപൊട്ടലിൻ്റെ ഒരു ശൃംഖല തന്നെ ഉണ്ടായ ഈ മേഖലയിൽ കൃഷി ചെയ്യാൻ പോലും മനസ്സ് മടിച്ച ഈ ഗ്രാമീണ മേഖലയിൽ മനസ്സ് തകർന്നു കിടന്ന കുടുംബങ്ങൾക്ക് ഒരു പുത്തൻ പ്രതീക്ഷ നൽകിയ എൻ്റെ കൊച്ചു മക്കളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനിത് പറയുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഗ്രാമപ്രദേശത്ത് നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ നാടിൻ്റെ പേര് ഇഞ്ചിയാരി മുണ്ടക്കയം പഞ്ചായത്തിലുള്ളതാണ്. ഗ്രാമപ്രദേശത്തിൻ്റെ ആ തെളിച്ചം എല്ലാവരുടെയും മുഖത്തുണ്ട്. ഇവിടെ ഇരിക്കുന്ന എൻ്റെ മക്കൾ അല്ലെങ്കിൽ കൊച്ചുമക്കൾ, പ്രായങ്ങൾ സ്വാമിക്കവര്, ഇൻഡിക്കേഴ്സ് നേടിയവര്, മികച്ച വിജയം കരസ്ഥമാക്കിയതെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് സ്വാമിയെ കാണുന്നത്. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഭാവി തന്നെയാണ്. പക്ഷെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനകത്ത് ഓൾ എ പ്ലസ് കിട്ടാത്തവർ കാണും. അതാണ് ഞാൻ മികച്ച വിജയം എന്ന് പറഞ്ഞത്. ചിലപ്പോൾ സമർത്ഥരായ കുട്ടികൾ ഓൾ എ പ്ലസ് ചിലപ്പോൾ 2-3 വിഷയത്തിന് എ പ്ലസ് കിട്ടാത്തവർ കാണും. അത് ആ പരീക്ഷ എഴുതിയ ആ ദിവസത്തിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ നിമിഷം മനസ്സിൽ തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മ കിട്ടാതെ വരുന്നത് കൊണ്ട് ചില ആൻസറുകൾ ചെയ്യാൻ പറ്റാതെ ആയിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലോട്ട് കൊണ്ടുവരുന്നത്, നമ്മുടെ കേരളക്കാരുടെ തന്നെ ഒരു ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് IAS ഉണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയം വന്നു, മന്ത്രിയായി കേന്ദ്രത്തിൽ. അദ്ദേഹത്തിന് നമുക്കെല്ലാം അറിയാവുന്ന നേരത്തെ 210 മാർക്ക് മതിയായിരുന്നു ജയിക്കാൻ, അല്ലേ? SSLC എന്നാണ് പറയുന്നത്. 212 മാർക്ക് വാങ്ങിച്ചാണ് അതിനകത്ത് അദ്ദേഹത്തിന് മോഡറേറ്റർ കിട്ടാതെ ജയിക്കുകയാണ്. ആ ആളാണ് ദൃഢനിശ്ചയവും കഠിനാധ്വാനവും അതുപോലെ തന്നെ അർപ്പണ മനോഭാവം കൊണ്ട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ ഉന്നത വിജയം നേടി നമ്മുടെ ഇടുക്കി അടക്കമുള്ള ജില്ലകളുടെ കളക്ടറായി, കോട്ടയം ജില്ലയുടെ കളക്ടറായി, കേരളത്തിൻ്റെ MLA ആയി, കേന്ദ്രത്തിൽ സഹമന്ത്രിയായി നല്ല രീതിയിൽ തന്റെ ഭാവി എങ്ങനെയാണ് മുന്നോട്ട് നയിച്ചത് നമുക്ക് കാണിച്ചത്. അദ്ദേഹത്തിന്റെ സഹോദരൻ എൻ്റെ ബാച്ച്മേറ്റ് അച്ഛനാണ്, ജോർജ്. അതാണ് ഞാൻ പറഞ്ഞത്, മികച്ച വിജയം എന്നേ ഞാൻ പറയുള്ളൂ. ഓൾ എ പ്ലസ് ആർക്കെങ്കിലും ഇല്ലെങ്കിൽ ഒട്ടും ദുഃഖിക്കണ്ട. അതാ ദിവസത്തെ പരീക്ഷകളുടെ ദിവസം നമുക്കുണ്ടായ ആ ഒരു ടെൻഷൻ മൂലമാകാം, അല്ലെങ്കിൽ നമുക്കുണ്ടായ അസ്വസ്ഥതകൾ മൂലമാകാം, അല്ലെങ്കിൽ നമുക്ക് അന്നേരത്തെ അല്ലെങ്കിൽ ആ പരീക്ഷയുടെ ഏതെങ്കിലും ഒന്ന് പോയ ആ ദിവസം നമുക്ക് നമ്മുടെ മെമ്മറി കറക്റ്റ് വർക്ക് ചെയ്യാതെ പോയതുകൊണ്ടാകാം. അതൊക്കെ ആർക്കും സംഭവിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അനന്തമായ ചാൻസുകളുടെ അല്ലെങ്കിൽ അനന്തമായ വിജയങ്ങളുടെ ഒരു പാതയാണ് നിങ്ങൾ തുറന്നു വെച്ചിരിക്കുന്നത്. അത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ പഠിക്കുമ്പോൾ നമ്മളൊക്കെ പാസ്സാവുമ്പോൾ പ്രീ ഡിഗ്രി, SSLC, പ്രീ ഡിഗ്രി, ഡിഗ്രി, പിന്നെ ഒരു കോപ്പറേഷൻ എടുക്കണം, അല്ലെങ്കിൽ HSC എടുക്കണം, JDC എടുക്കണം, ഏതെങ്കിലും സർവീസ് സഹകരണമായിരിക്കണം, അല്ലെങ്കിൽ LTC കേരള ഗവൺമെന്റ് സർവീസിലെ ക്ലർക്കായിട്ട് കയറണം. അതൊക്കെയായിരുന്നു സ്വപ്നങ്ങൾ, അല്ലേ? ഇന്നത്തെ സ്വപ്നം അതൊന്നുമല്ല. ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികളോട് ചോദിച്ചു അവരുടെ സ്വപ്നം കാണുന്നത് ഒത്തിരി മുകളിലാണ്.
സ്വപ്നം കാണണം. അത് നമ്മുടെ രാഷ്ട്രപതി പറയുന്ന കലാം സാറ്, സ്വപ്നം കാണണം, സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള പ്രയത്നത്തിലേക്ക് നമ്മൾ കടക്കണം. ഈ വായിക്കുന്ന ഈ മെമ്മൻഡോ എന്ന് പറയുന്നത് അതിന്റെ തുടക്കമായിരിക്കണം. മികച്ച വിജയം കിട്ടുന്ന കുട്ടികൾക്ക് ഈ മെമ്മൻഡോ കിട്ടുമ്പോൾ ഇത് ഒരു ഭാരിച്ച വളരെ വെയിറ്റുള്ള ഒരു സാധനമായിട്ട് നമുക്ക് തോന്നണം. അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഭാരിച്ച വെയിറ്റ്. ഈ ഒരു മൊമെന്റോടെ വെയിറ്റ് നമ്മുടെ കയ്യിലും നമ്മുടെ മനസ്സിലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ മനസ്സിലും വേണം, നമ്മുടെ മാതാപിതാക്കളുടെ മനസ്സിലും വേണം. ഒത്തൊരുമയോടെയുള്ള ഒരു ചെയിനായിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ചെയിനായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കുടുംബത്തിലുള്ളത്. ആ കുടുംബത്തിലെ ആ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ വാങ്ങിച്ച ഈ മികച്ച വിജയം എന്ന് പറയുന്നത്. അത് ഞാൻ പറയുമ്പോൾ നിങ്ങളെ ഒട്ടും ലേറ്റ് ഡൗൺ ചെയ്തല്ല പറയുന്നത്. മാതാപിതാക്കൾ, ഗുരുക്കന്മാര്, നല്ലവരായ നാട്ടുകാർ, അവരുടെ ഒരു ചിരി, അവരുടെ പ്രാർത്ഥന, ഗുരുക്കന്മാരുടെ സ്നേഹത്തോടെയുള്ള ശാസന അല്ലെങ്കിൽ അവരുടെ ആ ശിക്ഷണം, അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയോടുകൂടിയുള്ള ആ കഠിനാധ്വാനം, അതൊക്കെയാണ് മികച്ച വിജയം നേടിത്തന്നത്. അപ്പൊ നമ്മൾ ആരെയൊക്കെ മനസ്സിൽ ഓർക്കണം? മാതാപിതാക്കളെ ഓർക്കണം, ഗുരുക്കന്മാരെ ഓർക്കണം, നല്ലവരായ നമ്മുടെ നാട്ടുകാരെ ഓർക്കണം, സഹപാഠികളെ ഓർക്കണം. മനസ്സിനകത്ത് അല്പം പോലും കളങ്കമില്ലാതെ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മാതാപിതാക്കൾ പറഞ്ഞു തന്ന നല്ല ആശയങ്ങൾ പഠിത്തത്തിലേക്ക് കൊണ്ടുവന്ന് ഗുരുഭൂതന്മാർ കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ട് പോയി നല്ലവരായ നാട്ടുകാരുടെ ചിരിക്കുന്ന മുഖം കണ്ട് സ്കൂളിലേക്ക് പോയി അങ്ങനെയുള്ള തെളിച്ചമാർന്ന മുഖത്തോടെയും മനസ്സോടെയും ഒരു പഠനകാലത്തെ നമ്മൾ അഭിമുഖീകരിച്ചതിന്റെ ലക്ഷ്യപ്രാപ്തിയിലെത്തിയതിന്റെ ഒരു സമ്മാനമാണ് നമുക്ക്. അപ്പോൾ നമുക്ക് വിദൂരമായ ഭാവി ഇനി കിടക്കുകയാണ്. അനന്തമായ സാധ്യതകളുടെ ഒരു വഴി. ആ അനന്തമായ സാധ്യതകൾ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം, നമ്മുടെ മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് ആരൊക്കെ ജയിച്ചു? ഇന്ത്യൻ സിവിൽ സർവീസിൽ നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങളുടെ ഒരു ചേച്ചി, നിങ്ങളുടെ ഒരു ചേട്ടൻ ആൽഫ്രഡ് എന്ന് പറയുന്ന ആ ചേട്ടൻ ഇന്ത്യക്കാരനായ എന്റെ ബാച്ച്മേറ്റ്, ഇവിടെ ഇരിക്കുന്ന മിക്കവരുടെയും സന്തത സഹചാരി, സുഹൃത്ത്, അഡ്വക്കേറ്റ് ജ്യോതി ആന്റിയുടെ പെങ്ങളുടെ മകൻ ആൽഫ്രഡ് സിവിൽ സർവീസിൽ 33-ാം റാങ്ക് ഓൾ ഇന്ത്യ, കേരളത്തിൽ 1-ാം റാങ്ക്. നമ്മളെപ്പോലെ തന്നെ ഒരു സാധാരണ കുടുംബത്തിൽ വളർന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആ സംഹിതയിൽ മുന്നോട്ട് പോയി മാതാപിതാക്കൾ പറഞ്ഞു കേട്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിച്ച് അവരുടെ ആ ഒരു പ്രാർത്ഥനയുടെയും അവരുടെ മാതൃകയുടെയും അതുപോലെ തന്നെ അധ്യാപകർ പറഞ്ഞു കേട്ട് മുന്നോട്ട് പഠിച്ചു പോയതിൻ്റെയും നല്ലവരായ നാട്ടുകാരുടെയും പ്രാർത്ഥനാഫലമാണ് ആ 33-ാം റാങ്കും നിങ്ങളുടെ ജയിച്ച് സ്വർണ്ണത്തിന് 54-ാം റാങ്കും അതുപോലെ തന്നെ 701-ാം റാങ്ക് വാങ്ങിച്ച നമ്മുടെ പ്രിയ കൊച്ചും മെടുക്കി നസറിൻ വണ്ണപ്പാലുകാരി, എരുമേലിക്കാരിയാണ്. അതുപോലെ തന്നെ സോണിക്ക് നമ്മളെപ്പോലെ എത്ര പഠിച്ച സാധാരണ സ്കൂളില് സെന്റ് ആന്റണീസ്, മുണ്ടക്കയത്തും, എരുമേലി, സെന്റ് തോമസിലും ഒക്കെ പഠിച്ച് നമ്മുടെ മലയാളം എഴുത്തിൽ അല്ലെങ്കിൽ നമ്മുടേതായ സ്കൂളുകളിൽ പഠിച്ചു വളർന്നു. ആൽഫ്രഡ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പിന്നെ പഠിക്കാൻ പോയി പിന്നെ കേരളത്തിൽ വന്നു. ഇവിടെ നിന്നാണ് IAS 33 അപ്പം നമുക്കൊക്കെ സാധിക്കാവുന്ന കാര്യമുള്ളൂ. ഞാൻ എല്ലാവരും സിവിൽ സർവീസിൽ പോകണമെന്നല്ല പറയുന്നത്. എല്ലാവരും ഇതുപോലെ ഭയങ്കരമായിട്ട് നമ്മുടെ മാതാപിതാക്കളെ കുറിച്ച് മുന്നോട്ട് പോകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അനന്തമായ സാധ്യതകൾ എന്ന് പറയുന്നത് IAS, IPS, IFS, IRS, IAS മാത്രമല്ല. അതിനകത്ത് ഇഷ്ടംപോലെ കേഡറുകളാണുള്ളത്. ഏതാണ്ട് 28-ലധികം കേഡറുകൾ, 28-ലധികം ഈ സിവിൽ സർവീസ് എക്സാം എഴുതുമ്പോൾ അവസാനത്തെ ക്ലാസ് 1 ഗ്രേഡ് വരെ നോക്കുമ്പോൾ ഏതാണ്ട് 28-30 കേഡറുകളോളം അതിനകത്തുണ്ട്. എല്ലാവരും IAS ആവണമെന്നോ IFS ആവണമെന്നോ അല്ലെങ്കിൽ IPS ആവണമെന്നോ ഒന്നുമില്ല. അതുപോലെ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പുതിയ തുടങ്ങിയേക്കുന്നത് നമുക്കെല്ലാം അറിയാം. മിടുക്കരും മിടുക്കുകളുമായ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഡയറക്റ്റ് ക്ലാസ് 1 ഗസറ്റ് ഓഫീസർ റാങ്കിലേക്ക് KS കടന്നു വരുന്നത്. അതൊക്കെ നിങ്ങൾ ഏതാണ്ട് 5 അല്ലെങ്കിൽ 8 വന്നു കഴിയുമ്പോൾ നിങ്ങൾ കൺഫേർഡ് IAS അല്ലെങ്കിൽ കൺഫേർഡ് IPS പോവുകയാണ്. സിവിൽ സർവീസ് ആ കേഡറിലേക്ക് തന്നെ വരികയാണ്. അപ്പോൾ ഇങ്ങനെ അനന്തമായ സാധ്യതകൾ, അതുപോലെ മെഡിക്കൽ ഫീൽഡ്, അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ മാനേജ്മെന്റ് ഫീൽഡ്, അതുപോലെ തന്നെ നിയമപരമായ അഡ്വക്കേറ്റ് ഫീൽഡ്, ഇഷ്ടം പോലെ സാധ്യതകളാണ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ വിശ്വസിക്കുന്ന ഈശ്വരനിലെ അർപ്പിതമായ വിശ്വാസത്തോടെ
നമ്മൾ വിശ്വസിക്കുന്ന ആ വിശ്വാസ സംഹിതയിൽ വിശ്വാസം മുന്നോട്ട് പോയി മാതാപിതാക്കളെ കാണിച്ചു തന്ന വഴിയിലൂടെ മാതാപിതാക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ഗുരുബോധന്മാരെ സ്നേഹിച്ച് ബഹുമാനിച്ച് അവർ പറഞ്ഞു തരുന്ന നല്ല വയസ്സുകൾ കേട്ട് നമ്മുടെ നല്ലവരായ നാട്ടുകാരുടെ പ്രതീക്ഷകൾ നമ്മളെ കൊണ്ട് കഴിയാവുന്നതുപോലെ ഫലപ്രാപ്തിയിലെത്തിക്കാനും ശ്രമിക്കും. അതാണ് എൻ്റെ കൊച്ചു മിടുക്കികളും മിടുക്കന്മാരുമായ എൻ്റെ കൊച്ചു കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്. ഇന്നുകൊണ്ട് തീരെയല്ല, ഇന്നുകൊണ്ട് തുടങ്ങുകയാണ്. ഇവിടെയാണ് നിങ്ങൾ പഠിത്തം തുടങ്ങുന്നത്. നിങ്ങളുടെ ഒരു കൊച്ചു ചേച്ചി ഇവിടെ ഇരിപ്പുണ്ട്. ഇല്ലേ, ജീവിതക്കാരി ആരാ? കയ്യിൽ മൊത്തം എഴുതാക്കണ്ട. ഓക്കെ, കുഴപ്പമില്ല. ആ MBBS ചേച്ചി പഠിച്ചത് ഇതുപോലെ തന്നെയാണ് അല്ലേ? MBBS എടുത്തു. ഇനി ചെറിയ കാര്യമൊന്നുമല്ലത് അല്ലേ? MBBS എടുത്ത് ഡോക്ടറായി അതും നമ്മുടെ കൊച്ചു ഗ്രാമത്തിലുണ്ട്. ഇതൊക്കെ നമുക്ക് അഭിമാനിക്കാവുന്ന, നമുക്ക് നല്ല മാതൃകകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും. ഞാനൊരു സർവീസിലിരുന്നിട്ട് വന്നതാണ്. എനിക്കറിയാം ഓരോ സർവീസിന്റെയും മഹിമകളും കുറവുകളും കുറ്റങ്ങളും അല്ലെങ്കിൽ അതിന്റെ നേട്ടങ്ങളും ഒക്കെ കണ്ട ആളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് കിട്ടിയ ഈ സാധ്യത, നമുക്ക് കിട്ടിയ ഈ ചാൻസ് നമ്മൾ പറയുന്നത്. നിങ്ങൾ എപ്പോഴും ഓർക്കണം, ഒരു കടുക മണിയോളം പോലും അഹങ്കാരം നിങ്ങളുടെ മനസ്സിൽ വരാൻ പാടില്ല. ഉണ്ടോ? അഹങ്കാരമുണ്ടോ? ഓളെ പ്ലസ് വാങ്ങിച്ച ആർക്കെങ്കിലും അഹങ്കാരമുണ്ടോ? ഉണ്ടോ? പറഞ്ഞു ഉണ്ടോ? ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അഹങ്കാരം എന്ന അഹന്ത എന്ന വാക്ക് മനസ്സിലെങ്കിലും വന്നു പോയാൽ, നമ്മുടെ നാലയലോകത്തെങ്കിലും വന്നു പോയാൽ നമ്മുടെ വിദ്യാഭ്യാസം പോകും, നമ്മുടെ ആരോഗ്യം പോകും, നമ്മുടെ സ്വത്ത് പോകും, നമ്മുടെ സകലമായ ഉന്മേഷവും പോകും. അതാണ് ഏറ്റവും വലിയ ശത്രു. നമ്മളെപ്പോഴും വിനയവും എളിമയുമുള്ളതായിരിക്കണം. മാതാപിതാക്കൾ എപ്പോഴും നമ്മുടെ നല്ല മാർഗദർശികളായിട്ട് നമ്മൾ അവരെ കാണണം. അവരനുഭവിക്കുന്ന വേദനകൾ, അവരനുഭവിക്കുന്ന യാതനകൾ നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് ഓർക്കണം. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മളെ സ്കൂളിൽ വിടുന്നിടം വരെ അവരനുഭവിക്കുന്ന കഷ്ടപ്പാട്. എനിക്കറിയാം, ഞാനും ഒരു ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. നമ്മൾ സ്കൂളിൽ പോകുന്നിടം വരെ ഒരു ഗ്ലാസ് കടുങ്കാപ്പി പോലും കുടിക്കാതെ നമ്മുടെ കാര്യങ്ങൾ നോക്കി ഓടി നടക്കുന്ന അമ്മ, രാവിലെ എഴുന്നേറ്റ ഉടനെ പല്ല് തേച്ച് വരെ പറമ്പിലേക്ക് അധ്വാനിക്കാൻ പോകുന്ന അച്ഛൻ, അതുപോലെ തന്നെ നമ്മുടെ മൂത്ത സഹോദരൻ നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന, അല്ലെങ്കിൽ വിദ്യാഭ്യാസം അതുപോലെ നേടാൻ അന്ന് കഴിവില്ലാതെ അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അധ്വാനം അല്ലെങ്കിൽ നമ്മുടെ അധ്വാനിക്കാനായിട്ട് നമ്മുടെ പറമ്പിലേക്ക് പോകുന്ന ചേട്ടന്മാർ, അവരൊക്കെ പ്രവർത്തിക്കുന്നത്, അവരൊക്കെ ചെയ്യുന്നത്, അവരൊക്കെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഞാൻ ഒരു വാക്ക് ഞാൻ പലർക്കും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ വാജ്പേയി സാറിൻ്റെ കൂടെ നടക്കും. അദ്ദേഹം പുസ്തകത്തിൽ പലപ്പോഴും കൊച്ചു കുട്ടികളെ, അതുപോലെ രാഷ്ട്രീയക്കാരായ പ്രവർത്തകരൊക്കെ അതേ പറയും, കർമ്മസയോ ഭവിഷ്യയോഗ, നിന്റെ കർമ്മം ശരിയാണെങ്കിൽ നിന്റെ ഭാവി നല്ലതായിരിക്കും. അതിൻ്റെ അർത്ഥം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കർമ്മം എന്ന് പറയുന്നത് പഠിക്കുക. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നല്ലവരായ നാട്ടുകാരെയും ബഹുമാനിക്കാൻ അനുസരിക്കുക. പഠിക്കുക എന്നുള്ള കർമ്മം നല്ല രീതിയിൽ ആ കർമ്മം ഇപ്പം നിർവഹിച്ചാൽ നിന്റെ ഭവിഷ്യതയായിട്ട് നിന്റെ ഭാവി നല്ലതായിരിക്കും. അതുകൊണ്ട് എനിക്ക് എൻ്റെ കൊച്ചു മക്കളോട് പറയാനുള്ളത്, നിങ്ങളെ അനുസരിച്ച് ബഹുമാനം ായിരിക്കും. അനന്ത സാധ്യതകൾ നിങ്ങൾ ലക്ഷ്യത്തിൽ കറക്റ്റ് ലക്ഷ്യത്തിൽ അല്ലെങ്കിൽ ഏറ്റവും നല്ലതായ ആ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും. എല്ലാവർക്കും നല്ലത് വേണ്ടതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ടീച്ചർ ഇവിടെ ഉണ്ട്, ഒത്തിരി പേർക്ക് വിദ്യ അഭ്യസിപ്പിച്ച ടീച്ചറെ ഞാൻ പ്രത്യേകമായി ഞാൻ നന്ദി പറയാൻ അനുഭവിക്കുകയാണ്. വിദ്യ ഇപ്പോഴും അവർ കുട്ടികളുടെ കാര്യം ചിന്തിക്കുന്നു. അവര് റിട്ടയറായ ബില്ലിൻ്റെ നമ്മൾ അഡ്മിഷൻ എടുത്ത ഒരാഴ്ചത്തെ ക്ലാസ് കഴിയുമ്പോഴേ അവിടുത്തെ മാഷുമാരോട് ചോദിച്ചാൽ പറയും, കുട്ടിക്ക് MBBS കിട്ടുമോ, നേഴ്സിംഗ് കിട്ടുമോ, അതോ കിട്ടാൻ പോകുന്നത് അഗ്രികൾച്ചർ BSc അഗ്രികൾച്ചർ ആണോ എന്നാണ് അവർ കറക്റ്റ്. അതാണ് കുട്ടികളെ അറിഞ്ഞ് പഠിപ്പിക്കുന്ന, കുട്ടികളുടെ കാലിബർ മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ സമൂഹം, ഒരു അധ്യാപക സമൂഹമാണ് എന്നുള്ളത്. അതാണ് നിങ്ങൾക്കൊക്കെ ഈ ഏർപ്പെടുത്തും അതുപോലെ തന്നെ മികച്ച വിജയം കിട്ടാൻ സാധ്യമായത്. അതുപോലെ തന്നെ ഇവിടെ അവാർഡുകൾ വാങ്ങിച്ച വേറെ പലരുമുണ്ട്. അവാർഡുകൾ വാങ്ങിച്ച കുടുംബശ്രീയുടെ മത്സരത്തിന് അവാർഡ് വാങ്ങിച്ചവരുണ്ട്. അതുപോലെ തന്നെ വാങ്ങിച്ച എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുക. പക്ഷേ എനിക്കിപ്പോൾ ഈ മുഖങ്ങളാണ് എപ്പോഴും നാളെ കാണേണ്ട മുഖങ്ങൾ.
ഈ ഇരിക്കുന്ന ആൾക്കാർ അവരുടെ വീണ്ടും ഫാമിലിയായിട്ട് ഇവിടെ വന്ന് നിങ്ങളൊക്കെ നാളെ +2 കഴിഞ്ഞിട്ട് നിങ്ങളൊക്കെ MBBS-ഉം അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനൊക്കെ അഡ്മിഷൻ എടുത്ത് അതുപോലെ തന്നെ നിങ്ങളൊക്കെ ഓരോ പദവിയിലായി ഇവിടെ കുറച്ച് കളക്ടർമാരും ഡെപ്യൂട്ടി കളക്ടർമാരും തഹസീൽദാർമാരും വില്ലേജ് ഓഫീസർമാരും ഇവിടെ വീഡിയോ ഒക്കെ ആയിട്ട് റിട്ടയർ ചെയ്ത നാസർ സാറുണ്ട്. അവർക്കൊക്കെ അറിയാം ആ പദവിയിൽ എത്തിക്കഴിയുമ്പോഴാണ് നമ്മുടെയൊക്കെ മനസ്സ് സംതൃപ്തി കൊണ്ട് ആഹ്ലാദം കൊണ്ട് നിറയുന്നത്. ആ ഒരു നല്ല നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി അനുമോദിച്ചുകൊണ്ട് നിർത്തട്ടെ. ഔപചാരികത പേരിൽ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. റോയി സാറ് സുധർജിതർക്ക് ഗവൺമെൻറ് കൊടുത്തുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നു. പലരുടെയും മുഖത്ത് ഒരു മന്മസ്ഫിതം കാണാൻ സാധിക്കും. ചിലർ ചിരിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ എഴുതിയിരിക്കുന്നത്. അവരുടെ സന്തോഷത്തിന് ഒരു കാരണമാണ് അവർ വിവിധ തലങ്ങളിൽ വിജയം നേടിയ ആളുകൾ. അതുപോലെ ചില ആളുകൾ നമ്മൾ ജയിച്ചടക്കമുള്ള ആളുകളുടെ സൈനികരാണ്. അവരെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവരൊക്കെ വളരെ സന്തോഷത്തോടു എന്താണ് അവർക്കൊക്കെ സന്തോഷമുണ്ടാകും. അവരൊക്കെ വിവിധ തലങ്ങളിൽ വിജയം നേടി. ചിലത് വിദ്യാഭ്യാസ രംഗത്താകാം, ചിലരെ കലാകായിക രംഗത്താകാം, മറ്റ് സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ വിജയം നേടിയ ആളുകളാണ്. ആ വിജയത്തിൽ നിന്നുള്ള സന്തോഷമാണ് അവരൊരു മന്ദസ്വരമായിട്ട് ഒരു ചിരിയായിട്ടൊക്കെ അവരുടെ മുഖത്ത് പ്രകാശിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയിക്കുന്നു. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത സ്പേസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇന്ത്യക്കാരനായ ഒരാൾ ബഹിരാകാശത്തേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ പത്രമാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ വരുന്ന സാഹചര്യം നാം കാണുകയാണ്. അവിടെ നമ്മൾ കണ്ട കാഴ്ച ലോകരാഷ്ട്രങ്ങളൊക്കെ ഉറ്റുനോക്കുന്ന സാഹചര്യത്തിലേക്ക് ഇന്ത്യയിലെ ഒരു വ്യക്തി, ശുഭമാൻ ശുക്ല എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, അങ്ങനെ വിദേശ രാജ്യങ്ങളുമായിട്ട് ഒത്തുചേർന്ന് ആണെങ്കിൽ പോലും നമ്മുടെ ബഹിരാകാശ ദൗത്യങ്ങളൊക്കെ വളരെ ഫലപ്രദമായി വിജയപ്രദമായിട്ട് മുൻപോട്ട് നീങ്ങുവാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ വിജയങ്ങൾ ഉണ്ടാക്കി തീർക്കുവാൻ സാധിക്കുന്ന സമർത്ഥരായ ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നതാണ്. ഇപ്പം നമ്മുടെ ലിമിച്ചേച്ചിയുടെ മകള് MBBS ആയി. ആ MBBS ആയപ്പം അവരുടെ വീട്ടിൽ ഞാൻ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ആ വാർഡിൽ നിന്ന് വന്ന MBBS-ന് വിജയം പൂർത്തിയാക്കിയ ആദ്യത്തെ സ്റ്റുഡൻ്റാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ഉയർന്ന വിദ്യാഭ്യാസ ശേഷിയിലേക്ക് വളരുവാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകളെ വാർത്തെടുക്കേണ്ട സാഹചര്യം പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാടിന് ഗുണകരമായ രീതിയിൽ ഇപ്പം നേരത്തെ തന്നെ നമ്മുടെ കുമാരനൻ്റെ മകള് നേരത്തെ ഡോക്ടറായിട്ടുണ്ട്. അടുത്തനാളിൽ മരണപ്പെട്ട ജോയിച്ചേട്ടൻ്റെ മകൾ ആര്യ ജോയി ഡോക്ടറായിട്ട് വന്നിട്ടുണ്ട്. ഇവരൊക്കെ വന്നത് സാധാരണ മേഖലയിൽ നിന്നാണ്. സാധാരണ മേഖലയിൽ സാധാരണക്കാരായ ആളുകൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നാണ്. വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത മേഖലയിൽ നിന്നാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ വലിയ സാമ്പത്തിക ശേഷി എന്നതിനേക്കാൾ അപ്പുറം സമർപ്പണത്തിൻ്റെ ഉത്തമ ബോധ്യത്തോടു കൂടി മുൻപോട്ട് നീങ്ങുവാൻ പറ്റുന്ന കുടുംബ പശ്ചാത്തലമുള്ള ആളുകൾക്ക് വിജയം വരിക്കുവാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മെ ഈ തലത്തിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല. അവർക്ക് ആവശ്യമായ പരിഗണനകൾ, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നു. നമ്മെ ഈ രീതിയിൽ വളർത്തിയെടുത്ത നമ്മുടെ ഗുരുക്കന്മാരെ നമുക്ക് എന്നും ആദരവോടുകൂടി കാണുവാൻ, അവരെ ആ രീതിയിൽ പൂജിക്കുവാൻ, മനസ്സിൽ അവരെ ഒരു പൂജയോടുകൂടി കാണുവാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവരെ, ഉയർന്ന ചിന്ത പറയുമ്പോൾ ഞാൻ നിൽക്കുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു വാക്കുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണുവാൻ സാധിക്കും. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. അതൊരു ഉയർന്ന ചിന്താഗതിയാണ്.
ആ ചിന്താഗതിയിൽ നിന്ന് ഉരുത്തിരിയുന്ന ആശയമുണ്ടല്ലോ, അവിടെ പറയുന്നത് എന്താ? മനുഷ്യൻ നന്നായാൽ മതി. എന്തുമാകട്ടെ ആശയം, എന്തുമാകട്ടെ ചിന്താഗതി, ആ ചിന്താഗതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ ആളുകളെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന, എല്ലാ സംവിധാനങ്ങളെയും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ മനസ്സിലുണ്ടാകണം, ചിന്തയിലുണ്ടാകണം. ആ ചിന്തയിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ് നമുക്കുണ്ടാവണം. ഉയർന്ന ചിന്താഗതിയുള്ള ഒരു പൗരന്മാരായി നിങ്ങൾക്ക് വളരുവാൻ സാധിക്കട്ടെ. എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. കൈവരിച്ച കുഞ്ഞുങ്ങൾ അവർക്കുള്ള അവാർഡുകൾ സ്വീകരിക്കാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങളൊന്നും പറയേണ്ടതുമില്ല. കാരണം ഉപദേശങ്ങളാണെങ്കിൽ ധാരാളം ഈ കാലത്തിനിടയ്ക്ക് നിങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും. ഞാൻ കൂടെ ഒന്നും പറയാതെ എല്ലാ വിജയങ്ങൾ നേടിയ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ചും ജീവിതത്തിൽ 32 വർഷക്കാലം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച സുജ ടീച്ചർ, അതുപോലെ തന്നെ പ്രായമായിട്ടും നമ്മുടെ കഴിവുകൾക്ക് അംഗീകാരം നേടിയെടുത്ത എല്ലാവരും, വിദ്യാഭ്യാസ കാലത്ത് ആ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വിജയം വരിച്ച കുഞ്ഞുങ്ങളെ നിങ്ങളെല്ലാവരും, എല്ലാവർക്കും ഞാൻ അഭിനന്ദനം നൽകും. അഭിനന്ദിക്കുന്നു എല്ലാവരും. അച്ഛനും അമ്മയും ഗുരുക്കന്മാരുമാണ് നിങ്ങളോട് ഏറ്റവും കൂടുതൽ നിങ്ങൾ നന്നായി വരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ആളുകൾ അച്ഛനും അമ്മയും ഗുരുക്കന്മാരുമാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ ഏത് പ്രകൃതിയാളാണെങ്കിലും ശരി, അവരുടെ മക്കൾ നന്നായി വരണമെന്ന് മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. അതുപോലെ ഗുരുക്കന്മാരെ സംബന്ധിച്ച് അവർ പഠിപ്പിച്ചു വിടുന്ന, അവർ നിർദ്ദേശം നൽകുന്ന കുഞ്ഞുങ്ങൾ അവർ നന്നായി വരണമെന്നും അവർ വലുതായി വരണമെന്നും അവർ ഉന്നത നിലയിൽ എത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്ത മോളിക് അബ്ദുൽ സാറ്, വിശിഷ്ട വ്യക്തികളെ, അതോടൊപ്പം തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കി ഇന്ന് ഇവിടെ കൈമാതരം സ്വീകരിക്കാനാണ് വന്നിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്കറിയാം, നമുക്കൊന്നൊരു എല്ലാ കാര്യങ്ങളും നമുക്കൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 2 ജില്ലകൾ ഇന്ന് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. പത്തിലും തന്നെ കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, വിവിധ മേഖലകളിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ വ്യക്തികളുണ്ട്, LSS വിജയികളുണ്ട്, MBBS നേടിയ കുട്ടിയുണ്ട്. ഇവരെല്ലാവരെയും അഭിനന്ദിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളാണെങ്കിൽ നമുക്കൊക്കെ ഉപദേശങ്ങളൊക്കെ നമ്മൾ നൽകും. അപ്പോൾ നമ്മൾ ഒരു പരിധിവരെ നമ്മൾ അത് സ്വീകരിക്കാൻ തയ്യാറാവുകയില്ല. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ലക്കുള്ളവരാണ്. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ സമ്പത്ത് പൈസ കൈകാര്യം ചെയ്യുമ്പോഴാണെങ്കിലും അത് സൂക്ഷ്മതയുടെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ പരിശ്രമിക്കണം. +2 കഴിഞ്ഞ കുട്ടികളാണെങ്കിലും അറിയാം, നമ്മൾ പഠനത്തിനായിട്ട് നമ്മൾ കേരളത്തിന് വെളിയിലേക്ക്, ഇന്ത്യക്ക് വെളിയിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അവിടെയും നമ്മൾ ഏറ്റവും ജാഗ്രതയോടെ നമ്മൾ മുന്നോട്ട് പോകണം. അവിടെയും നമ്മൾ ഇപ്പോൾ കൂട്ടുകെട്ടുകളെ സമൂഹത്തിന് തിന്മയിലേക്ക് നേടി നമുക്കറിയാം. മുമ്പ് സംസാരിച്ചവർക്കിനെക്കുറിച്ച് സംസാരിച്ചു. മദ്യം, ലഹരി പോലുള്ള ആ മേഖലകളിലേക്കൊന്നും കടന്നു പോകാതെ നമ്മൾ അതീവ ജാഗ്രതയോടെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട്. സന്തോഷമല്ല, കൃതജ്ഞതയെന്ന് ഞാൻ തന്നെ പറയട്ടെ. കാരണം ഈ പ്രതിഭയുടെ ആദരിക്കാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കിയത് വളരെ നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞങ്ങളുടെ വാർഡ് മെമ്പർ ആൻസി അഗസ്റ്റിൻ സത്യത്തിൽ ഞാനറിയുന്ന മാതൃക മെമ്പറായിട്ട് ഞാൻ കണക്കാക്കും. എല്ലാ രംഗങ്ങളിലും തൻ്റെ കഴിവെന്നല്ല, ആത്മാർത്ഥത. ആൻസി അഗസ്റ്റിൻ്റെ ആ കാഴ്ചപ്പാട് അത് ഇതിന് പിന്നിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാ രംഗങ്ങളിലും, പ്രത്യേകിച്ച് ആൻസി അഗസ്റ്റിന് അടുത്ത നാടുകളാണെങ്കിലുള്ള ചില പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെടാനിടയായി. ഏതായാലും ഒരു നല്ല വാർത്ത മെമ്പർ കണ്ടുപഠിക്കണമെങ്കിൽ ആൻസി അഗസ്റ്റിൻ എന്ന് പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ ഈ വാർഡിൻ്റെ ഈ മാതൃകാപരമായ ഈ പ്രവർത്തനത്തെ അങ്ങേ പ്രോത്സാഹിക്കുന്നു. ഈ വാർഡിൻ്റെ പ്രവർത്തകർക്ക്
എന്താണ് നന്ദി അല്ലെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാട് നല്ലതാണ്. അതിനെ അങ്ങേറ്റ അമൂല്യം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. ഒരു നൂറ്റാണ്ടാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. രാഷ്ട്രശില്പി ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണിവ. കുട്ടികൾ നന്നായി വളരണമെങ്കിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം. ഒരു കുട്ടിയുടെ സമഗ്രമായ വികസനമാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകുന്നത്. ജീവിതത്തെ പടുത്തുകെട്ടുന്ന, മനുഷ്യനെ വാർത്തെടുക്കുന്ന, സ്വഭാവത്തിന് രൂപം കൊടുക്കുന്ന ആശയങ്ങളെ രൂപപ്പെടുത്തുകയാണ് വിദ്യാഭ്യാസത്തിലൂടെ സാധ്യമാകുന്നത്. അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരു ആകാശം വീണു കിട്ടാൻ. ഇന്നലെയോളം കണ്ടെത്തിനാവുക ഈ ജന്മം തന്നെ നേടാം. അക്ഷരം തൊട്ടു തുടങ്ങാം നമുക്കൊരു ആകാശം വീണു കിട്ടാൻ. ഇന്നലെയോളം കണ്ടെത്തിനാവുക ഈ ജന്മം തന്നെ നേടാം. ഉന്നത വിജയം നേടി ഈ വേദിയിലെത്തിയിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെ ആശംസിക്കുന്നു. എന്നവ സംസ്കൃതത്തിലെ ഗുരു എന്നീ വാക്കുകളിൽ നിന്നാണ് ഉണ്ടായത്. ഗു എന്ന അന്ധകാരം, യു എന്ന പ്രകാശം പടർത്തുന്നവൻ എന്നാണ് അർത്ഥം. അപ്പോൾ ആരാണ് ഗുരു? ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നമ്മെ നയിക്കുന്നവരാണ് അധ്യാപകർ. നിരവധി കുട്ടികൾക്ക് വെളിച്ചം നൽകിയ സുജ ടീച്ചർ ഈ വേദിയിലുണ്ട്. ടീച്ചറിന്റെ വിശ്രമ ജീവിതം ഏറ്റവും മനോഹരമാകട്ടെ എന്നാശംസിക്കുന്നു. അതോടൊപ്പം കുടുംബശ്രീ പ്രവർത്തകർക്കും ആശംസകൾ നേരുന്നു. ഈ മനോഹരമായ പരിപാടി നടത്തിയ കോൺഗ്രസ് കമ്മിറ്റിക്കും 8ാം വാർഡ് മെമ്പർ ആൻസി ചേച്ചിക്കും വിജയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ സമസ്യയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉന്നത വിജയം കരസ്ഥമാക്കി അവാർഡ് സ്വീകരിക്കാൻ വേണ്ടിയിരിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ, 1993 ജൂലൈ മാസത്തിൽ ആണ് ഈ ഒളയനാട് സ്കൂളിൻ്റെ അധ്യാപികയായിട്ട് എത്തിച്ചേരുന്നത്. എൻ്റെ വീട് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ എലിക്കുളം എന്ന സ്ഥലത്തായിരുന്നു. ഞാൻ അവിടെ നിന്നാണ് പോയി വന്നിരുന്നത്. അതിനുശേഷം ഞാൻ എന്നെ ഇവിടെ വിവാഹം കഴിച്ചു. ഞാൻ ഈ വാർഡിൽ തന്നെ സ്ഥിരതാമസക്കാരിയായിട്ട് 12 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അത് ഞാൻ ഏറെയധികം സന്തോഷിക്കുകയാണ്. ഇത്രയും നല്ല ഒരു വാർഡിൻ്റെ അംഗമായി ജീവിക്കുവാൻ സാധിച്ചതിൽ തന്നെ. കുട്ടികളെ നല്ല പൗരന്മാരാക്കി വാർത്തെടുക്കുക, ഏത് കഴിവും അവരെ പ്രാപ്തരാക്കുക, അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന അധ്യാപകരാണ് നമ്മുടെ സ്കൂളിലുള്ളത്. ഈരാറ്റുപേട്ട സബ് ജില്ലയിലെ നമ്മുടെ സ്കൂൾ ഒന്നാമത് തന്നെയാണെന്നുള്ള കാര്യവും നിങ്ങളെ ഏവരെയും ഞാൻ അറിയിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു നമ്മുടെ കൊച്ചു മുതൽ അത് ഞങ്ങളുടെ 2ാം ക്ലാസ്സിൽ നിന്ന് ഈ വർഷം 3ാം ക്ലാസ്സിലേക്ക് കയറിയ കാര്യമാണ്. ഹാരിയെ ഈ വേദിയിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നും. അത് പേരൻസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുടെയും ഒരേ ശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ കുട്ടി ഇത്രയും നല്ല രീതിയിൽ ഇവിടെ പ്രസംഗിക്കാനായിട്ട് തയ്യാറായത്. ഇവിടെ എനിക്ക് സംഘടിപ്പിച്ചതുമായി ഞാൻ ഓരോരുത്തർ ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നമസ്കാരം. എല്ലാവരും സമയം പോകുന്നത് വിശ്വസിക്കുകയാണെന്നറിയാം. നമുക്ക് നമ്മുടെ അനുമോദ ചടങ്ങിലേക്ക്
നടക്കാമെന്ന് കരുതുകയാണ്. സമ്മാനം കൊടുത്തിട്ട് നമുക്ക് അനുഗ്രഹം ആരംഭിക്കാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സൈജേട്ടൻ, നമ്മുടെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ജിജോ കാരക്കാട്ട്, നമ്മുടെ അൻസാരി മഠത്തിലെ അബ്ദുൾ ജോസഫ് സാറ്, രാജി കെയർ, നമ്മുടെ മണിമമ്പർ ഐഷാസ്മയുടെ ഇടമൻ സാറ്, നമ്മുടെ ഈ യോഗത്തിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് നേതൃത്വം നൽകിയ നമ്മുടെ ആൻസി മെമ്പറും അതുപോലെ തന്നെ ശൈശേട്ടനുമാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഇത് പറഞ്ഞ് രാവിലെ മുതൽ ചികിത്സാ ധനസഹായത്തിൻ്റെ ഒരു പ്രവർത്തനം, എനിക്ക് തോന്നുന്നത് 13 വാർഡുകളിൽ ഏറ്റവും മെച്ചപ്പെട്ട വിധികൾ ലഭ്യമാക്കിയിട്ടുള്ള വാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. പഠനാർത്ഥം പഠിക്കുന്ന സ്ഥലത്താണ് ഉള്ളത്. ഡോക്ടർ നീനു ഷാജി നമ്മുടെ ഇളങ്കാട് കൊടുങ്ങായിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ദാമോദരൻ ചേട്ടൻ്റെ കൊച്ചുമകളാണ്. അറ്റപ്പള്ളി ഷാജിയുടെയും മിനിയുടെയും മകളായ ഡോക്ടർ നീനു ഷാജിക്ക് വേണ്ടിയിട്ട് സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നിരിക്കുന്നത് മാതാവ് മിനിയാണ്. സമ്മാനം കൊടുക്കുവാൻ വേണ്ടിയിട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും പ്രമുഖ അധ്യാപകനുമായ ജോസഫ് സാറിനെ സവിനയം ക്ഷണിക്കുക. SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ ഡിയോൺ ജോയ്സ് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് മണ്ഡലം പ്രസിഡന്റ് ജിജോ കാരക്കാടിനെ ക്ഷണിച്ചു കൊടുത്തു. SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ മെമ്പർ അനു ഷിജുവിനെ ക്ഷണിച്ചു കൊടുത്തു. ICSE 10th ബോർഡ് പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം നേടിയ, അതായത് 95% കൂടുതൽ മാർക്ക് നേടിയ നമ്മുടെ കൊറശ്ശേരിയിൽ നമ്മുടെ അമ്മാവൻ്റെ കൊച്ചുമകള് അനന്യ രതീഷിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മുൻ മണ്ഡലം പ്രസിഡന്റ് അൻസാരി മഠത്തിൽ ക്ഷണിച്ചു കൊടുത്തു. കുട്ടിക്ക് എത്താൻ പറ്റിയിട്ടില്ല. കുട്ടിക്ക് വേണ്ടിയിട്ട് വല്യമ്മ അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ HM ശൈസാറിനെ ക്ഷണിച്ചു കൊടുത്തു. ഈ സമ്മാനം വാങ്ങാൻ നമ്മളുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ അവർക്ക് മുകളിൽ പറഞ്ഞു കേട്ടോ, അവരുടെ സമ്മാനം വാങ്ങുമ്പോൾ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ. വാർഡ് പ്രസിഡന്റ് എൽ ശശിക്കേന്ദ്ര ക്ഷണിച്ചു കൊടുത്തു. അതിന് മാതാവ് അല്ലെങ്കിൽ മാതാവിനോട് സ്റ്റേജിലോട്ട് വരണം. +2 പരീക്ഷ റിട്ടയർഡ് BDO കോൺഗ്രസിൻ്റെ മണ്ഡലം ട്രഷറർ നാസർ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. SSLC പരീക്ഷയിൽ
SSLC പരീക്ഷയിൽ തിളക്കം മുഹമ്മദ് സുഹൈൽ പണിക്കർ വീട്ടിൽ. ശ്രീമതി ഐഷ ഉസ്മാനെ ക്ഷണിച്ചോളൂ. മാതാവും മക്കളോട് സ്റ്റേ പറഞ്ഞു. നമ്മുടെ വാർഡിൻ്റെ ചിത്രം മറ്റു വാർഡുകളിലേക്ക് എത്തിക്കണം. അതിലെല്ലാവരും ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് പോകാവുള്ളൂ. SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ അഭിനന്ദ് ബിജു ഇടപ്പാട്ടിന് സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയങ്കരിയായ മുൻ HM അനു ടീച്ചർ, സൂര്യ ടീച്ചർ. അമ്മയുണ്ടോ? അമ്മ വരുന്നുണ്ടോ? കൊച്ചുതൊക്കെ നമ്മുടെ പ്രിയങ്കരനായ മുൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ KR രാജി സമ്മാനം നൽകുന്നു. ഇതുപോലെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും സന്തോഷമുള്ള സമയമാണ്. SSLC പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ +2 പരീക്ഷയിൽ തിളക്കാർന്ന് ചൊല്ലി +2 പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ, അതോടൊപ്പം തന്നെ ഹാൻഡ്ബോളിൽ സംസ്ഥാന തലത്തിൽ വിജയിയുമായ പ്രൊഫസർ ഫ്രാൻസിസ് കടുവത്താനിയിലിന് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് APR വാർക്കൗട്ട് വാർഡ് പ്രസിഡന്റ് ജോയിക്കായിട്ട് ക്ഷണിച്ചു കൊടുത്തു. വർഷത്തെ +2 പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ സ്നേഹ സൂചന സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ നാട്ടിലെ സാംസ്കാരിക പ്രസ്ഥാനമായ DIC ലൈബ്രറിയുടെ പ്രസിഡന്റ് ജോസ് സാറിനെ ക്ഷണിച്ചോളൂ. +2 പരീക്ഷയിൽ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ അഖിലേഷ് PR സമ്മാനം നൽകുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രദേശത്തിന് ഡോക്ടർ സമ്മാനം ചെയ്ത മിനി ഷാജിയെ ക്ഷണിച്ചോളൂ. നമ്മുടെ ഈ വാർഡിൻ്റെ വകയായിട്ടുള്ള പഠനോപകരണ വിതരണം നമ്മൾ ഒരു കുട്ടിക്ക് കൊടുത്തുകൊണ്ട് വിതരണ ഉദ്ഘാടനം നടക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയങ്കരനായ ഷൈസാറിനെ ക്ഷണിച്ചു കൊടുക്കും. +2 പരീക്ഷ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ അതുല്യ കേസിന് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടിക്കൽ ചപ്പാത്ത് വാർഡ് പ്രസിഡന്റ് ഷാജഹാൻ മാടത്തലത്തിൽ സോറി പ്രസന്ന പണിക്കൽ ക്ഷണിക്കുകയാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രസന്ന പണിക്കൽ ക്ഷണിക്കുന്നു. ഏറ്റുപാടുന്നതിന് വേണ്ടി നോയൽ വിനോയ്ക്ക് വേണ്ടി മാതാവ്
കോളാശ്ശേരി ക്ഷണിച്ചു കൊടുക്കും. +2 പരീക്ഷ തിളക്കമാർന്ന വിജയം കരസ്ഥമാക്കിയ എൽസ ഷാജിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി ശ്രീജിത്ത് സാറിനെ ക്ഷണിച്ചു കൊടുക്കും. സമ്മാനം നൽകുന്നതിന് വേണ്ടി എൽസ ഷാജിയെയും സമ്മാനം നൽകുന്നതിന് വേണ്ടി ശ്രീജിത്ത് സാറിനെയും ക്ഷണിച്ചു കൊടുക്കും. എൽസ ഷാജി എൽഡ ഷാജി +2 പരീക്ഷ തിളക്കമാർന്ന വിജയം നേടിയ ആദിത്യ ഷാജി സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എടവന സാറിൻ്റെ മകൾ വിജയെ ക്ഷണിച്ചു കൊടുത്തു. തിളക്കമാർന്ന വിജയം നേടിയ ആദിത്യ ഷാജി നമ്മുടെ റോക്കുമ്പറുടെ മോളാണ്. ഭരണാശിരി സമ്മാനം നൽകുന്നതിന് വേണ്ടി വിജയെ ക്ഷണിച്ചു കൊടുത്തു. സ്കോളർഷിപ്പ് പരീക്ഷയിൽ മികച്ച വിജയം നേടി നാടിന് അഭിമാനമായി മാറിയ ആദിത്യൻ അനീഷിന് കുഴിമറ്റത്തിൽ ആദിത്യന് സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജോർജ് കുട്ടി കൊച്ചുതക്കാരി ക്ഷണിച്ചു കൊടുത്തു. അതികഠിനമായ ഒരു സ്കോളർഷിപ്പ് പരീക്ഷയാണ്. അതിൽ മികച്ച വിജയം നേടിയാണ്. നമ്മളെല്ലാം സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് യൂത്ത് കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് സിയാദ് ചല്ലിനെ ക്ഷണിച്ചു കൊടുത്തു. അടുത്തത് അതിൽ പി എ സമ്മാനം നൽകുന്നതിന് വേണ്ടി പാപ്പിച്ചാട്ടെ ക്ഷണിച്ചു കൊടുക്കും. വടക്കൽ പാപ്പിച്ചാട്ടെ അതുപോലെ തന്നെ അതിന് ഒരു കുടയിൽ കൂടി കൊടുക്കുന്നുണ്ട്. മാലിന്യമുക്ത നവകേരള സന്ദേശദാനി ഭാരതാംബയായി കൂട്ടിക്ക പഞ്ചായത്തിന് അഭിമാനമായി മാറിയ സൗമ്യ ബീനുവിനുള്ള സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആൻസി അഗസ്റ്റിനെ ക്ഷണിച്ചു. നമ്മുടെ CDS മെമ്പർ ബിന്ദു ഷാജി ഒപ്പനയിലെ സംസ്ഥാന തലത്തിൽ സമ്മാനം കരസ്ഥമാക്കിയ ടീമംഗമാണ്. സമ്മാനം നൽകുന്നതിന് വേണ്ടിയിട്ട് ബ്ലോക്ക് മെമ്പർ അനു ഷിജുവിനെ ക്ഷണിച്ചു കൊടുത്തു. കൂട്ടിക്കൽ പഞ്ചായത്തിലെ കുടുംബശ്രീയിലെ സ്പോർട്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ശ്രീമതി സൂര്യ നിജുവിന് സമ്മാനം നൽകുന്നതിന് വേണ്ടി അബ്ദു അലസമ്പാടിനെ ക്ഷണിക്കുന്നു. പഠനോപകരണ വിതരണത്തിൻ്റെ ഒരു ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ബാക്കി കുട്ടികൾക്ക് ഞങ്ങൾ വീട്ടിലെത്തിച്ച് കൊടുത്തോളാം. അവരെ ഇതിനു വേണ്ടി മാത്രമായിട്ട് ഇവിടെ ക്ഷണിക്കുന്നത് ശരിയല്ലാന്ന് തോന്നിയത് കൊണ്ടാണ്. ഇനിയും വീട്ടിലെത്തിക്കാനായിട്ട് സാധനങ്ങളുണ്ട്. ഇനി അധ്യക്ഷൻ്റെ കയ്യിലേക്ക് ഫോൺ കൈമാറും. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, അതുപോലെ തന്നെ വേദിയിൽ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, നമ്മുടെ യോഗ അവസാനിക്കുകയാണ്.
നമുക്കറിയാം ഏതാണ്ട് വളരെയധികം കുട്ടികൾക്ക് നമുക്കറിയാം ഇപ്രാവശ്യത്തെ ഈ 8ാം വാർഡിൻ്റെ നേതൃത്വത്തിൽ ആ വാർഡിൽ ജയിച്ച SSLCക്കും അതുപോലെ തന്നെ +2-നുമുള്ള കുട്ടികൾക്കുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും എല്ലാവർക്കും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികളുടെ ഭാവി മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതിന് ഈശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഇന്നത്തെ ഈ മീറ്റിംഗ് അവസാനിക്കുകയാണ്. ഈ വേദി പങ്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മോടൊപ്പം പങ്കുചേരുകയും ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള നിശ്ചിതമായിട്ടുള്ള കൃതജ്ഞത ആശംസകൾ നടത്തുന്നു. നന്ദി, നമസ്കാരം.